ഇടയ്ക്കിടെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മഞ്ഞിന്റെ ശബ്ദവും നിരന്തരം വീശിയടിക്കുന്ന ഈർപ്പമുള്ള കാറ്റും മാത്രമുള്ള ഒരു മഞ്ഞുമലയുടെ ഏതോ ഒരു വിടവിൽ വീണുപോയ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് കരുതുക. ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ഒരു സഹായവും നിങ്ങൾക്ക് ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്നും നിങ്ങൾക്ക് തന്നെ അറിയാം. അവസാനമില്ലാത്ത പോലെ പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞിൽ നിന്നും ഒരു രക്ഷ നേടാൻ ഇനി താൻ വീണ് കിടക്കുന്ന മഞ്ഞിൽ തന്നെ ഒരു കുഴി കുഴിച്ച് കയറിയിരിക്കുക എന്നത് മാത്രമാണ് ഒരു വഴി. പക്ഷേ അതിനുള്ള ശക്തിയും ആരോഗ്യവും പോലും അനുനിമിഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞിൽ വീഴുന്ന സൂര്യപ്രകാശമേറ്റ നിങ്ങളുടെ കണ്ണിൽ ഇരുട്ട് മാത്രമാണ് ഉള്ളത്. കൂടെയുണ്ടവർ എവിടെയാണെന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ അവർ ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യതയും ഇല്ല എന്നും നിങ്ങൾക്കറിയാം. അവർ ഒരു പക്ഷേ ഈ കൊടും തണുപ്പിൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തനിക്കും അതേ തണുത്തുറയുന്ന ഒരു മരണം അധികം വൈകാതെ സംഭവിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന പർവ്വതാരോഹകരുടെ യാത്രകൾ വായിക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന കാര്യം തന്നെയാണ്. ഓരോ പർവ്വതാരോഹകരുടെയും യാത്രകളുടെ ലക്ഷ്യം പലപ്പോഴും മുമ്പൊരിക്കലും ആരും കീഴടക്കാൻ കഴിയാത്ത കൊടുമുടികൾ കയറുക എന്ന് തന്നെയായിരിക്കും. ഇന്നത്തെ ഈ സംഭവകഥയും അങ്ങനെയുള്ള ഒരു യാത്ര തന്നെയാണ്. രണ്ട് കൂട്ടം പർവ്വതാരോഹകരുടെ മത്സര യാത്രയാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഒരേ സമയമാണ് ആരും ഇതുവരെ കാലുകുത്തിയിട്ടില്ലാത്ത ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഈ രണ്ട് ഗ്രൂപ്പുകളും യാത്ര തുടങ്ങുന്നത്. ഇതിൽ ഒരു ഗ്രൂപ്പിൽ 12 പേരാണ് ഉണ്ടായിരുന്നത്. ഈ യാത്ര അവസാനിച്ചത് ഇന്ന് വരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ പർവ്വതാരോഹണ ദുരന്തത്തിൽ തന്നെയായിരുന്നു. ഈ 12 പേരിൽ ഒരാൾ മാത്രമാണ് ജീവനോടെ തിരികെ വന്നത്. 1% പോലും ജീവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ നിന്നാണ് ഈ ഒരാൾ ജീവിതത്തിലേക്ക് തിരികെ നടന്നു കയറുന്നത്. ടിയാൻ ഷാൻ പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പൊബേറ്റ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നായ പ്രസിദ്ധമായ ഇസിക്കുൽ തടാകത്തിന്റെ തെക്ക് കിഴക്കായി കിഴക്കൻ കിർഗിസ്ഥാനിലെ അക്സു ജില്ലയ്ക്കും ചൈനയിലെ സിൻജിയാങ്ങിലെ വെൻസു കൗണ്ടിക്കും ഇടയിലുള്ള ചൈന കിർഗിസ്ഥാൻ അതിർത്തിയിലാണ് പൊബേറ്റ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ടിയാൻ ഷാനിലെ ഏറ്റവും ഉയരമുള്ള ഭാഗമായ കച്ചാൽ ടൂവിന്റെ ഭാഗം കൂടിയാണ് ഈ പൊബേറ്റ കൊടുമുടി. അക്കാലത്ത് സോവിയറ്റ് യൂണിയനിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികൾ നിലനിൽക്കുന്ന ഈ കൊടുമുടി സോവിയറ്റ് യൂണിയനിലെ എല്ലാ കോണുകളിലുമുള്ള പർവ്വതാരോഹകർക്ക് ഒരു പ്രലോഭനപരമായ വെല്ലുവിളി നൽകിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വിജയത്തിന്റെ ബഹുമാനാർത്ഥം 1946 ഇംഗ്ലീഷിൽ വിക്ടറി പീക്ക് അഥവാ വിക്ടറി കൊടുമുടി എന്ന് ഈ പർവ്വതത്തിന് പേര് ലഭിക്കുന്നു. അതിനു മുൻപ് 1938 ഓഗസ്റ്റ് ലെറ്റ്ഫെറ്റിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പർവ്വതാരോഹകർ ഈ കൊടുമുടി കീഴടക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവർക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിച്ചില്ല. എങ്കിലും ഈ പർവ്വതത്തിന്റെ ഉയരം ഏകദേശം 6930 മീറ്റർ ആണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. പക്ഷേ അതായിരുന്നില്ല ഈ കൊടുമുടിയുടെ കൃത്യമായ ഉയരം. 1943 ഈ കൊടുമുടിയിൽ സൈനിക ടോപ്പോഗ്രാഫർമാരുടെ ഒരു സംഘം നടത്തിയ പഠനത്തിൽ പൊബേറ്റ കൊടുമുടിയുടെ ഉയരം 7000 മീറ്ററിന് മുകളിലാണെന്ന് കണ്ടെത്തപ്പെടുന്നു. ഈ കണ്ടെത്തൽ അന്നത്തെ പർവ്വതാരോഹകരെയും സാഹസിക യാത്രികരെയും ഒക്കെ പൊബേറ്റ കൊടുമുടിയിലേക്ക് ആകർഷിക്കാനുള്ള കാരണമായി. കാരണം ഇങ്ങനെയുള്ള പർവ്വതങ്ങളിൽ യാത്ര നടത്തി വലിയ പേരും പ്രശസ്തിയും നേടാൻ അന്നത്തെ യുവാക്കൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ 1949 ഗിനി കൊലാക്കോവിനിക്കോവിന്റെ നേതൃത്വത്തിൽ കുറച്ച് പർവ്വതാരോഹകരായ യുവാക്കൾ പൊബേറ്റ കൊടുമുടി കീഴടക്കാനായി ഇറങ്ങിത്തിരിച്ചു. കൊടുമുടി കയറാൻ ശ്രമം തുടങ്ങിയ ഈ സംഘത്തിന് വടക്കൻ ചരിവിലെ കനത്ത ഹിമപാതം കാരണം തിരികെ മല ഇറങ്ങേണ്ടി വന്നു. 1949 തന്നെ മറ്റൊരു സംഘവും ഇതേ ലക്ഷ്യം നേടാനായി ഇറങ്ങിത്തിരിച്ചു. പക്ഷേ അവർക്കും പ്രതികൂലമായ കാലാവസ്ഥ കാരണം പരാജിതരായി തിരികെ പോരേണ്ടി വന്നു. 1952 1953 പ്രശസ്ത സോവിയറ്റ് പർവ്വതാരോഹകനും ക്ലൈംബിംഗ് ഇൻസ്ട്രക്ടറുമായ വ്ളാഡിമർ റൂട്സുക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ടിയാൻ ഷാൻ പർവ്വതനിരകളിൽ 1-2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പര്യവേഷണം നടത്താനുള്ള പ്ലാനിംഗ് നടത്തുന്നു. ഇതിന്റെ ഭാഗമായി ടിയാൻ ഷാൻ പർവ്വതനിരകളിൽ നിരീക്ഷണവും പഠനവും അദ്ദേഹം നടത്തി. 1955 നീണ്ട 3 വർഷത്തെ പഠനത്തിന് ശേഷം എന്തുകൊണ്ടോ വ്ളാഡിമർ പൊബേറ്റ കൊടുമുടി മാത്രം കീഴടക്കാൻ തയ്യാറായില്ല. നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത് 1950കളിൽ ആണെങ്കിലും നമുക്ക് കുറച്ചു കാലം മുന്നോട്ട് വന്ന് ഒരു സംഘത്തിന്റെ പൊബേറ്റ കൊടുമുടിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് അറിയാം. എങ്കിൽ മാത്രമേ 1955 നടന്ന ഐതിഹാസികമായ ഈ യാത്രയുടെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. I am Balu Padippurayil. Welcome to Unheard Stories. ജൂലൈ മാസം ടിയാൻ ഷാൻ പർവ്വതനിരകളിലെ പൊബേറ്റ കൊടുമുടിയിലേക്ക് ഒരു സംഘം സോവിയറ്റ് പർവ്വതാരോഹകർ യാത്ര നടത്താൻ തീരുമാനിച്ചു. ഈ യാത്ര നടത്തുന്നതിന് മുൻപ് ഏറ്റവും അപകടം നിറഞ്ഞ ഈ പർവ്വതത്തിലേക്കുള്ള യാത്ര നടത്താൻ ആവശ്യമായ പ്രാക്ടീസ് നടത്താൻ അവർ തീരുമാനിക്കുന്നു.
അതിന്റെ ഭാഗമായി അവർ പൊബേറ്റ കൊടുമുടിയിലേക്ക് ചെറിയ ചെറിയ യാത്രകൾക്ക് തുടക്കം കുറിക്കുന്നു. അതായത് ഒരു നിശ്ചിത ദൂരം യാത്ര ചെയ്ത ശേഷം അവർ ക്യാമ്പിലേക്ക് തിരികെ വരും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രാക്ടീസ് അവർ ആരംഭിച്ചു. ഇങ്ങനെ നടത്തുന്ന ചെറിയ ചെറിയ യാത്രകളിലൂടെ അവിടുത്തെ കാലാവസ്ഥയുമായി അവരുടെ ശരീരം പൊരുത്തപ്പെടാനും സഹായകമാകും. ഈ ടിയാൻ ഷാൻ പർവ്വതനിരകളിലെ കാലാവസ്ഥ ഹിമാലയം പോലെ തന്നെ മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാത്തത് തന്നെയാണ്. അവിടുത്തെ അന്തരീക്ഷത്തിൽ ഈർപ്പം 100%. തണുത്ത കൊടുങ്കാറ്റുകൾ നിരന്തരം വീശിക്കൊണ്ടേയിരിക്കും. പെട്ടെന്നുള്ള പ്രവചനാതീതമായ താപനിലയിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന വ്യതിയാനം മറ്റുള്ള പർവ്വതങ്ങളെക്കാൾ അപകടകാരിയായ പർവ്വതമാക്കി പൊബേറ്റ കൊടുമുടിയെ മാറ്റുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഈ സോവിയറ്റ് സംഘം 2 വർഷമാണ് ടിയാൻ ഷാൻ പർവ്വതനിര കീഴടക്കാനായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിശീലനം നടത്തുന്ന യുവാക്കൾക്ക് ഈ സംരംഭം പൂർത്തിയാക്കിയാൽ ഉയർന്ന പദവികൾ അന്ന് സോവിയറ്റ് യൂണിയൻ ഓഫർ ചെയ്തിരുന്നു. കാരണം ഇത്ര പരിശീലനം നേടിയതിനു ശേഷം മറ്റു രാജ്യങ്ങളിലേക്ക് ഈ പർവ്വതാരോഹകരായ യുവാക്കൾ ചേക്കേറാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ പദവി ലഭിക്കുന്നതിനായി ഇവർക്ക് മികച്ച പ്രകടനം നടത്തി പർവ്വതാരോഹണത്തിൽ കഴിവ് തെളിയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ യുവാക്കളുടെ പരിശീലനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1988 ജൂലൈ മാസം കടന്നു വന്നു. ജൂലൈ മാസമാകുമ്പോഴേക്കും പൊബേറ്റ കൊടുമുടി പൂർണ്ണമായും മഞ്ഞിൽ മൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് സാധാരണ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വർഷത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി മഞ്ഞ് ഏതാണ്ടൊക്കെ പൂർണ്ണമായും അലിഞ്ഞ് ഇല്ലാതെയായി. ഇതോടെ സൊസ്ഡേജ്ക്വ എന്നു പേരുള്ള ഗ്ലേഷ്യറിൽ ഈ പർവ്വതാരോഹകർ ഒരു അപ്രതീക്ഷിത കണ്ടെത്തൽ നടത്തുന്നു. ആരാലോ വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്യാമ്പിന്റെ അവശിഷ്ടങ്ങൾ അവിടെ മഞ്ഞിൽ ഉറഞ്ഞ നിലയിൽ അവർ കണ്ടെത്തി. പർവ്വതാരോഹണത്തിനായി ഉപയോഗിച്ചിരുന്ന പഴയകാല ഉപകരണങ്ങളും ടെന്റുകളും ഒക്കെയാണ് അവർ അവിടെ കണ്ടെത്തിയത്. ടെന്റും മല കയറാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും 1950 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണെന്ന് അവർ തിരിച്ചറിയുന്നു. 1955 നടന്ന ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷന്റെ തലവനായ ക്യൂസ്മൻ എന്നയാളുടെ ഓർമ്മകൾ അവിടെയുണ്ട്. 1955 ഒരു യാത്രാ സംഘം അവിടെ നേരിട്ട വെല്ലുവിളികളും ദുരന്തവും ഈ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അവർ കണ്ട ഈ സ്ഥലത്ത് അവർ കൂടുതൽ പരിശോധന ആരംഭിച്ചു. അവിടെയായി പല വസ്തുക്കളും ചിതറിക്കിടക്കുന്നുണ്ട്. മല കയറാൻ ഉപയോഗിക്കുന്ന ഐസാക്സ്, ക്രാമ്പണുകൾ ഒക്കെയാണ് ചിതറിക്കിടക്കുന്നത്. ഇതൊക്കെ ആരോ പൊബേറ്റ കൊടുമുടിയിൽ നിന്നും തിരികെ ഇറങ്ങുമ്പോൾ ഭാരക്കൂടുതൽ കാരണം ഉപേക്ഷിച്ചതാകാം എന്ന് അവർക്ക് തോന്നി. അവിടെ കുത്തനെയുള്ള ഒരു മഞ്ഞുപാളിയിൽ ഒരു റോപ്പ് അവർ കണ്ടെത്തി. ഒരുപക്ഷെ കുത്തനെയുള്ള ഈ മഞ്ഞുപാളിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച റോപ്പാകണം അതെന്ന് അവർക്ക് തോന്നി. ഈ ക്യാമ്പ് അവർ കൂടുതൽ പര്യവേഷണത്തിന് വിധേയമാക്കി. 2 ടെന്റുകളുടെയും എതിർവശത്തായി മഞ്ഞു മൂടിയ എന്തോ ഒന്ന് അവർക്ക് തോന്നി. അവർ അവിടം കുഴിക്കാൻ ആരംഭിച്ചു. അത് ചരിവിലെ ഒരു ചെറിയ കുഴി മാത്രമായിരുന്നു. ഈ കുഴിയിൽ അവിടെ സർവൈവ് ചെയ്യാൻ ആവശ്യമായ കമ്പിളി വസ്ത്രങ്ങൾ, ഫുഡ് പാകം ചെയ്യാൻ ആവശ്യമായ ഗ്യാസ് സ്റ്റൗ തുടങ്ങിയ വസ്തുക്കൾ ആയിരുന്നു. മറ്റ് 2 ടെന്റുകളിലെയും പോലെ തന്നെ അവിടെയും തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാളുടെയും മൃതദേഹം അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. ഈ ഗ്ലേസിയർ ഏരിയ മുഴുവനും അവരാൽ ആകുന്ന തരത്തിൽ തിരച്ചിൽ നടത്തി. പക്ഷേ ഒരു മനുഷ്യ ശരീരവും അവർക്ക് അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അതൊരു ഗ്ലേസിയർ ആയതുകൊണ്ട് തന്നെ അവിടം ചരിഞ്ഞ പ്രദേശമായിരുന്നു. ഒരു ടെന്റ് സ്ഥാപിക്കാൻ പറ്റിയ ഒരിടം ആയിരുന്നില്ല അവിടം. കാരണം ശക്തമായ കാറ്റും മഞ്ഞിടിച്ചിലും ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമായിരുന്നു അത്. ഈ ക്യാമ്പ് കണ്ട സ്ഥലത്ത് നിന്നും വളരെ അടുത്തായി ഏകദേശം 70 മീറ്റർ അകലെയായിട്ടാണ് പൊബേറ്റ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. വളരെ ചരിഞ്ഞ മഞ്ഞു മൂടിയ പ്രദേശങ്ങളാണ് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അത് മറികടക്കാനുള്ള ആരോഗ്യം അവർക്ക് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കില്ല. എങ്കിലും ആദ്യം പൊബേറ്റ കൊടുമുടിയിൽ കാലുകുത്തുക എന്ന സ്വപ്നം അവരെ ഭ്രാന്തമായ ആ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കാം. ഈ തീരുമാനത്തിന് അവർക്ക് ആ പർവ്വതം കൊടുത്തത് കടുത്ത ശിക്ഷ തന്നെയായിരുന്നു. അന്ന് വരെ ഒരിക്കലും ആർക്കു മുന്നിലും കീഴടക്കാൻ തയ്യാറാകാത്ത പൊബേറ്റ കൊടുമുടിയെ അവർ വെല്ലുവിളിച്ചിരിക്കാം. ഈ ക്യാമ്പ് ചെയ്ത ഭാഗത്ത് നിന്നുകൊണ്ട് ഒരുപക്ഷെ അവിടേക്ക് ചെന്നെത്താനുള്ള ഏറ്റവും അനുയോജ്യമായ റൂട്ട് തിരഞ്ഞുകൊണ്ടുള്ള കൂടിയാലോചനകൾ അവർ നടത്തിയിരിക്കാം. പൊബേറ്റ കൊടുമുടിയുടെ മുകളിലേക്ക് എത്താൻ അവിടെ നിന്നും വെറും 100 മീറ്ററുകൾ മാത്രമാണ് ദൂരം. മഞ്ഞും മോശം കാലാവസ്ഥയും ഉണ്ടെങ്കിൽ പോലും അവർക്ക് മുകളിലേക്ക് എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം അവർക്കുണ്ടായിരിക്കാമെന്ന് ഈ പർവ്വതാരോഹകർ ചിന്തിച്ചു. ഈ മഞ്ഞിൽ മരവിച്ച രീതിയിൽ കണ്ടെത്തിയ ടെന്റിന്റെ അരികിലായി ഒരു ചാരനിറത്തിലുള്ള ബുക്ക് അവർക്ക് ലഭിക്കുന്നു. ഈ പർവ്വതാരോഹകരിൽ ഒരാൾ വളരെ ശ്രദ്ധാപൂർവം അത് ഐസിൽ നിന്നും വേർപെടുത്തിയെടുത്തു. പ്ലാസ്റ്റിക് കവറുകളിൽ ഓരോ പേജും വരുന്ന വിധം സുരക്ഷിതമാക്കി വെച്ചിരുന്നു ആ ബുക്ക്. അതായത് നമ്മുടെ പഴയകാല ഫോട്ടോ ആൽബം പോലെ അതിലെ ഓരോ പേജുകളും പ്ലാസ്റ്റിക് കവറുകളിൽ സുരക്ഷിതമാക്കിയിരുന്നു. പെൻസിൽ കൊണ്ട് വളരെ വൃത്തിയുള്ള ഭംഗിയുള്ള കൈയക്ഷരത്തിലാണ് അതിലെ ഓരോ പേജിലും കുറിച്ചിരുന്നത്. 30 വർഷത്തിലേറെയായി മഞ്ഞുപാളികളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു യാത്രാ സംഘത്തിന്റെ ഡയറിയാണ് അതെന്ന് തിരിച്ചറിയാൻ അവർക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ഈ ഡയറിയിൽ ആ ക്യാമ്പ് സ്ഥാപിച്ചത് ആരാണെന്നും അവർക്ക് എന്താണ് സംഭവിച്ചതെന്നും വ്യക്തമായി എഴുതിയിരുന്നു. 1955 ജൂൺ 19 കുലോഗോ ഹൈവേയിലൂടെ മോസ്കോയിലുള്ള വ്നൂക്കോവോ എയർപോർട്ടിലേക്ക് ഒരു കാറിലെ യാത്രയാണ് ഈ ഡയറിയുടെ തുടക്കം. വ്നൂക്കോവോ എയർപോർട്ടിലെത്തിയ ശേഷം അവിടെ നിന്നും കസാക്കിസ്ഥാനിലെ അൽമട്ടിയിലേക്കാണ് അവരുടെ യാത്ര. സെയ്സ് 110 എന്ന കാറിലാണ് അന്ന് ഇവർ യാത്ര ചെയ്തത്.
ലോകത്തിലെ ഏറ്റവും മികച്ച കാറുകളിൽ ഒന്നായിരുന്നു അത്. പക്ഷേ ഈ സഞ്ചാരികളുടെ സംഘം ഈ കാറിൽ സഞ്ചരിച്ചത് എങ്ങനെയെന്നത് ഒരു ചോദ്യമായി മാറി. അങ്ങനെയുള്ള ഒരു കാറിൽ അവർ സഞ്ചരിക്കണമെങ്കിൽ അവരുടെ കൂടെ സോവിയറ്റ് യൂണിയനിലെ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിരിക്കണം. ഈ ടീമിൽ 14 പേരാണ് ആദ്യം ഉണ്ടായിരുന്നത്. ചില കാരണങ്ങളാൽ അതിൽ 2 പേർ പിന്മാറിയപ്പോൾ ഈ ഗ്രൂപ്പ് 12 പേരായി ചുരുങ്ങി. റൂസ്പയോവ്, യുനേസോവ്, അലക്സാൻഡ്രവ്, അക്കിഷേവ്, സോളോടോവിനിക്കോവ്, സിഗിറ്റോവ്, ഷെപ്പെലോവ്, സുസുലോവ്, ഗോഞ്ചോറോക്ക്, ആംഗുട്മോവ്, ചെറോപ്പനോവ്. മോസ്കോയിലെ ബാർമാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ റൂസ്പയോവ് പലപ്പോഴും പർവ്വതാരോഹണ യാത്രയിലെ നിയമങ്ങൾ പാലിക്കാൻ മനസ്സ് കാണിക്കാത്ത വ്യക്തിയായിരുന്നു. ഇങ്ങനെ പല പ്രാവശ്യം യാത്രയിലെ നിയമങ്ങൾ പാലിക്കാത്തതിന് പല സംഘങ്ങളിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുമുണ്ട്. കസാക്കിസ്ഥാനിന്റെ തലസ്ഥാനമായ അൽമറ്റിയിൽ നിന്നുള്ള ഈ പർവ്വതാരോഹകർ പൊബേറ്റ കൊടുമുടി കീഴടക്കാൻ ഇറങ്ങിയത് ഒറ്റയ്ക്കായിരുന്നില്ല. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നെത്തിയ, വർഷങ്ങളായി ഇതേ പർവ്വതത്തിൽ പര്യവേഷണം നടത്തിയിരുന്ന വ്ളാഡിമിർ റൂട്സ്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും ഇതേ ലക്ഷ്യത്തിനായി അവിടേക്ക് എത്തിയിരുന്നു. ഇരു ടീമുകളും ഇതൊരു മത്സരമായി തന്നെ കണ്ടു. 2 കൂട്ടരും പൊബേറ്റ കൊടുമുടി കീഴടക്കുന്ന ആദ്യ സംഘമാകാൻ ഉറപ്പിച്ചു തന്നെയാണ് അവിടേക്ക് എത്തിയത്. ഇരു ടീമുകളും അന്നത്തെ കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ പർവ്വതാരോഹകരെ തന്നെയാണ് ഈ ലക്ഷ്യത്തിനായി ഒന്നിച്ചു ചേർത്തത്. ഇവരെല്ലാവരും ഇതിനു മുൻപും ഇതുപോലെയുള്ള പല യാത്രകളിലും ഭാഗമായിട്ടുള്ളവരാണ്. ഏതായാലും ഈ 2 ഗ്രൂപ്പുകളും പരസ്പരം മത്സരിച്ചുകൊണ്ട് തങ്ങളുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് മുന്നിൽ കണ്ടത്. പക്ഷേ ഓൾ യൂണിയൻ മൗണ്ടൈനിങ് ഡിപ്പാർട്ട്മെന്റ് ഈ ടീമിനോട് ആവശ്യപ്പെട്ടത് പൊബേറ്റ കൊടുമുടി കീഴടക്കാനുള്ള യാത്ര ഒരുമിച്ച് നടത്തണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഈ നിർദ്ദേശം ഇരു ടീമുകളുടെയും ക്യാപ്റ്റന്മാർ തള്ളിക്കളയുന്നു. അവർ ഈ നേട്ടം സ്വന്തം പേരിൽ കുറിക്കാൻ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് മാത്രമാകണം ആ നിർദ്ദേശം അവർ തള്ളിക്കളഞ്ഞത്. ഈ 2 ഗ്രൂപ്പുകളിൽ കസാഖ് സംഘത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത്, അവരുടെ പക്കൽ ഈ യാത്ര നടത്തുന്നതിനാവശ്യമായ ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ വാങ്ങാൻ ആവശ്യമായ പണം ഉണ്ടായിരുന്നില്ല എന്നതാണ്. അവർ ഈ യാത്രയ്ക്കായി സംഘടിപ്പിച്ച സ്ലീപ്പിംഗ് ബാഗുകൾ, ടെന്റുകൾ, സ്റ്റോം സ്യൂട്ടുകൾ തുടങ്ങിയ വളരെ നിർണായകമായ വസ്തുക്കളിൽ പലതും ഗുണനിലവാരമില്ലാത്തവയായിരുന്നു. മാത്രമല്ല, ഈ പര്യവേഷണത്തിന് അനുയോജ്യമായ ഒരു റേഡിയോ സംവിധാനം പോലും അവർ സംഘടിപ്പിച്ചിരുന്നില്ല. ഇതുകൂടാതെ ടീം അംഗങ്ങൾക്കിടയിൽ നിരന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരാളെടുക്കുന്ന തീരുമാനം പോലും പരസ്പരം അംഗീകരിക്കാൻ ആരും തയ്യാറാവാത്ത അവസ്ഥ പോലും നിലനിന്നിരുന്നു. പരസ്പര വിശ്വാസവും മികച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമാണ് ഇങ്ങനെയുള്ള അപകടം നിറഞ്ഞ യാത്രകളിൽ ആദ്യം വേണ്ടത്. പക്ഷേ അവർക്കിടയിൽ അത് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഈ ടീമിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട ഷിപ്പലോവിന് അവർക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിഞ്ഞതുമില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ യാത്ര നടത്തുന്നത് നല്ലതല്ല എന്ന തോന്നൽ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. എങ്കിലും അവർ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. ഇരു ടീമുകളും തങ്ങളുടെ യാത്ര തുടങ്ങാൻ വേണ്ടി അവരുടെ റൂട്ടുകൾ തയ്യാറാക്കാൻ തുടങ്ങി. ഉസ്ബെക് ഗ്രൂപ്പ് ബേസ് ക്യാമ്പിൽ നിന്നും വടക്കോട്ട് സഞ്ചരിച്ച് വൈൽഡ് പാസ് വഴി പൊബേറ്റ കൊടുമുടി കീഴടക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി. അതേസമയം കസാഖ് ഗ്രൂപ്പ് ചാൻ ടെറൻ പാസ് വഴി കിഴക്കൻ വിക്ടറി കൊടുമുടിയിലൂടെയാണ് പൊബേറ്റ കൊടുമുടി കീഴടക്കാൻ തീരുമാനമെടുത്തത്. ഈ 2 ടീമുകളുടെയും യാത്രയ്ക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന ഓൾ യൂണിയൻ മൗണ്ടൈനിങ് ഡിപ്പാർട്ട്മെന്റ് ആദ്യം യാത്ര തുടങ്ങാൻ അനുമതി നൽകിയത് കസാഖ് സംഘത്തിനായിരുന്നു. അവർ യാത്ര നടത്തി തിരികെ വന്നതിന് ശേഷമാണ് ഉസ്ബെക് സംഘത്തോട് യാത്ര തുടരാൻ അവർ പറഞ്ഞത്. പക്ഷേ ഈ നിർദ്ദേശം പേപ്പറിൽ മാത്രം ഒതുങ്ങി നിന്നു. കാരണം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഏത് ഗ്രൂപ്പാണോ ആദ്യം പോകുന്നത് അവർക്ക് മാത്രമേ പൊബേറ്റ കൊടുമുടിയിൽ കാലുകുത്തുന്ന ആദ്യ മനുഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. ഇത് തന്നെയാണ് ഈ 2 ഗ്രൂപ്പിന്റെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഉസ്ബെക് ടീം അവർ തിരികെ വരുന്നത് വരെ കാത്തിരിക്കാൻ തയ്യാറായില്ല. അവരും ഈ കസാഖ് ടീം യാത്ര തുടങ്ങിയ അന്ന് തന്നെ യാത്ര തിരിക്കാൻ തീരുമാനിക്കുന്നു. 2 ഗ്രൂപ്പുകളിലും വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും ആൾബലവും ഉള്ളത് ഉസ്ബെക് ഗ്രൂപ്പിനാണ്. അവർക്ക് ഒരു വലിയ സംഘം തന്നെയാണ് സഹായത്തിനായി കൂടെയുള്ളത്. സാധനങ്ങൾ ചുമക്കാൻ 70 കുതിരകളും മറ്റ് സഹായത്തിനായി 50 ആൾക്കാരും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം കസാഖ് ഗ്രൂപ്പിലുള്ളത് 30 കുതിരകളും 26 ആൾക്കാരും മാത്രമായിരുന്നു. എങ്ങനെയൊക്കെ നോക്കിയാലും ഉസ്ബെക് ടീം തന്നെയാണ് ആദ്യം പൊബേറ്റ കൊടുമുടിയിൽ എത്താനും ആദ്യ കാൽവെപ്പ് നടത്താനും സാധ്യത. പക്ഷേ ഈ കണക്കുകൂട്ടൽ കസാഖ് ടീമിലുള്ളവർക്ക് ഒരു നല്ല സൂചനയായിരുന്നില്ല. മൗണ്ടനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് ആദ്യം യാത്ര ചെയ്യേണ്ട കസാഖ് ഗ്രൂപ്പിൽ ഒത്തൊരുമയുടെ കാര്യത്തിലും കുതിരകളുടെയും ആളുകളുടെയും എണ്ണത്തിൽ പോലും ഉസ്ബെക് ഗ്രൂപ്പിനേക്കാൾ ദുർബലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്ബെക് ടീമിനേക്കാൾ മുൻപ് കസാഖ് ടീമിന് ലക്ഷ്യം നേടണമെങ്കിൽ അവർക്ക് വളരെ വേഗത്തിൽ മല കയറേണ്ടതുണ്ട്. അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. എങ്കിലും പൊബേറ്റ കൊടുമുടി കീഴടക്കുന്ന ആദ്യ സംഘം ആകുക എന്നതാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവർ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തു. സെസ്ഡോജ ഗ്ലേസിയർ ക്യാമ്പിൽ നിന്നും കൊടുമുടിയിലേക്കുള്ള ഇരു ടീമുകളുടെയും യാത്ര അവിടെ നിന്നും ആരംഭിച്ചു. അങ്ങനെ ഇരു ടീമുകളും തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് 2 വഴികളിലേക്ക്, അതായത് ഉസ്ബെക് ഗ്രൂപ്പ് വടക്ക് ദിശയിലേക്കും കസാഖ് ഗ്രൂപ്പ് കിഴക്ക് ദിശയിലേക്കും യാത്ര ആരംഭിച്ചു. ഇത്രയും ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലേക്കുള്ള യാത്രയ്ക്ക് കാലാവസ്ഥയുമായി ശരീരത്തെ ഇഴുകിച്ചേർക്കുന്നതിനായി ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പും കസാഖ് ഗ്രൂപ്പിലുള്ളവർ നടത്തിയിരുന്നില്ല. കാരണം അവർക്ക് നഷ്ടപ്പെടുത്താൻ സമയം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല.
മറുവശത്തുകൂടി ഉസ്ബെക്കിസ്ഥാനിൽ നിന്നുള്ള ഗ്രൂപ്പും ഇതിനകം തന്നെ യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ യാത്ര അവർ തുടങ്ങുന്നതിന് ഒരു വർഷം മുൻപ്, അതായത് 1954 മറ്റൊരു കസാഖ് ഗ്രൂപ്പ് പൊബേഡ കൊടുമുടിയുടെ ഏതാണ്ട് 7000 മീറ്റർ ഉയരം വരെ യാത്ര നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പൊബേറ്റ കീഴടക്കുക എന്നത് എളുപ്പമായിരിക്കുമെന്ന് കസാഖ് ഗ്രൂപ്പിലുള്ളവർ കരുതി. അതുകൊണ്ട് തന്നെ ഈ കൊടുമുടിയെ അവർ വലിയ ഗൗരവമായി എടുത്തതുമില്ല. അവർ അവരുടെ മലകയറ്റം സാധാരണയിലും വേഗത്തിലാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരുന്നു. ആദ്യ ദിവസം അവർ 700 മീറ്ററാണ് പർവ്വതത്തിലേക്ക് കയറിയത്. എങ്കിലും രണ്ടാം ദിവസം 500 മീറ്ററും, മൂന്നാം ദിവസം 400 മീറ്ററും, നാലാമത്തെ ദിവസമായപ്പോൾ അത് വെറും 100 മീറ്ററുമായി കുറഞ്ഞു വന്നു. ഈ പൊബേറ്റ കൊടുമുടി കീഴടക്കുക എന്നത് വെറുതെ മല കയറുന്നത് പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചെങ്കുത്തായ പാറകൾ മാത്രമല്ല, ചെങ്കുത്തായ ഐസ് പാളികളും അവർക്ക് മറികടക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അഥവാ അല്പം നടന്നു കയറാൻ പറ്റുന്ന വഴികളിൽ മഞ്ഞുകൊണ്ട് മൂടിയ ഇടങ്ങളായിരിക്കും. ഓരോ കാലെടുത്ത് വെക്കുന്നതിനും ബുദ്ധിമുട്ടേറിയ ഇടങ്ങളാണ് ഇതൊക്കെ. മഞ്ഞിൽ താഴ്ന്നു പോകുന്ന കാലുകൾ പൊക്കിയെടുത്ത് അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഓഗസ്റ്റ് 17 റസ്പേവ് ഈ യാത്രയെ വിവരിച്ചത് ഇങ്ങനെയാണ്: കസാഖ് സംഘത്തിലുള്ളവരുടെ ശക്തി ഏതാണ്ട് പൂർണ്ണമായും ക്ഷയിച്ച അവസ്ഥയിലായിരുന്നു. ഇതുവരെ ശ്രദ്ധേയമായ ഒരു നേട്ടവും ആ ടീം കൈവരിച്ചിരുന്നുമില്ല. 1952 ഓഗസ്റ്റ് 17 ഷെർണി കൊടുമുടിക്ക് മുകളിലായിരുന്നു താനും തന്റെ ടീമും. 1953 ഓഗസ്റ്റ് 17 കോഴ്സ്നിവെസ്ക കൊടുമുടി കീഴടക്കിയിരുന്നു. 1954 ഓഗസ്റ്റ് 17 ഞങ്ങൾ റെവല്യൂഷൻ കൊടുമുടിയിലും എത്തിയിരുന്നു. പക്ഷേ ഇന്ന് 1955 ഓഗസ്റ്റ് 17 ഒരു തരത്തിലുള്ള ശ്രദ്ധേയമായ നേട്ടവും കൈവരിക്കാൻ അവർക്ക് സാധിച്ചില്ല. ആൽപ്സ് പർവ്വതത്തിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള ഉയരത്തിലെ പാറക്കെട്ടുകളും മഞ്ഞുവീഴ്ചയുള്ള ഭാഗങ്ങളും വളരെയധികം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. മാത്രമല്ല, സംഘത്തിലുണ്ടായിരുന്ന മിക്കവർക്കും ക്ഷീണവും തളർച്ചയും ഉണ്ടായി തുടങ്ങി. ഇവർ കൂടുതൽ വേഗത കൈവരിക്കാനായി വേഗത്തിൽ മല കയറിയതിന്റെ പൊതുവായ ഒരു ക്ഷീണം മാത്രമായിരുന്നില്ല അവരിൽ അനുഭവപ്പെട്ടത്. ഇങ്ങനെയുള്ള മഞ്ഞുമൂടിയ പർവ്വത പ്രദേശങ്ങളിൽ സാധാരണ ഉണ്ടാകാറുള്ള ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെട്ടു. മാത്രമല്ല, സംഘത്തിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ അതിയായ തലവേദനയും അനുഭവപ്പെട്ടു. സംസാരിക്കാനും മുന്നോട്ട് നടക്കാനും ഭക്ഷണം കഴിക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ട് അവർക്ക് തോന്നി തുടങ്ങി. ഇനിയും കൊടുമുടി കയറാനുള്ള ശ്രമം തുടരുന്നത് ഒരു മികച്ച തീരുമാനമായിരിക്കില്ല എന്ന് അവരിൽ തോന്നിയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പിൻവാങ്ങിയാലും അവർക്ക് വിശ്രമിക്കാനായി ഒരു ഷെൽട്ടർ ലഭിക്കണമെന്നില്ല. കാരണം അവർ ബേസ് ക്യാമ്പിൽ നിന്നും വളരെയധികം ദൂരം എത്തിയിരിക്കുന്നു. ഓഗസ്റ്റ് 18 റസ്പേവ് അന്ന് ഇങ്ങനെ എഴുതിയിരുന്നു: കഴിഞ്ഞ ദിവസം വരെയുള്ള യാത്രയിൽ വളരെയധികം ക്ഷീണം അനുഭവപ്പെടുകയും പർവ്വത സംബന്ധമായ ചില അസുഖങ്ങൾ ബാധിക്കുകയും ചെയ്തതോടെ ഇവരെ സഹായിക്കാനായി എത്തിയ 4 പേർ ഈ ശ്രമം ഉപേക്ഷിച്ച് തിരികെ നടക്കാൻ തീരുമാനിച്ചു. ഇതിൽ ഒരാൾക്ക് കഠിനമായ തലവേദന ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ശ്വാസ സംബന്ധമായ പ്രശ്നമാണ് നേരിട്ടത്. എന്തായാലും അവർ 4 പേരും ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി തിരികെ നടന്നു. അവരെ സഹായിക്കാനെത്തിയ 4 പേർ തിരിച്ചുപോയെങ്കിലും കസാഖ് ടീം തിരിച്ചു പോകാൻ തീരുമാനിച്ചില്ല. അവർ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെടുത്തത്. പക്ഷെ മുന്നോട്ടുള്ള യാത്ര അവരുടെ അനുമാനത്തെക്കാൾ വളരെയധികം കാഠിന്യമേറിയതായിരുന്നു. തുടകൾ വരെ പുതഞ്ഞു പോകുന്ന മഞ്ഞിലും നിരന്തരമായി വീശിയടിക്കുന്ന തണുത്തുറഞ്ഞ കാറ്റിലും കുത്തനെയുള്ള ഐസ് പാളികളിലൂടെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. എങ്കിലും അവർ മുന്നോട്ട് പതുക്കെ നീങ്ങുകയാണ്. അവർ പ്ലാൻ ചെയ്ത ഉയരത്തിലെത്താനുള്ള അന്നത്തെ അവരുടെ ശ്രമം വിജയിച്ചില്ല. അങ്ങനെ 6800 മീറ്റർ ഉയരത്തിൽ അവർ ക്യാമ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അടുത്ത ദിവസം, അതായത് ഓഗസ്റ്റ് 19 നല്ല കാലാവസ്ഥ ഉണ്ടായിരുന്നിട്ടും അവർക്ക് 100 മീറ്റർ മാത്രമാണ് മുകളിലേക്ക് കയറാൻ സാധിച്ചത്. അരക്കെട്ട് വരെ പതിഞ്ഞു താഴുന്ന മഞ്ഞിലൂടെ ക്ഷീണം അവഗണിച്ച് യാത്ര തുടരുന്നത് അപകടമായതുകൊണ്ട് തന്നെ അവർ പിന്നെ മുന്നോട്ട് പോയില്ല. പൊബേറ്റ കൊടുമുടിയുടെ ടോപ്പിൽ നിന്നും വളരെ അകലെയല്ലാതെ അവർ എത്തിച്ചേർന്ന ഒരു ചരിവിൽ അന്ന് അവർ ടെന്റുകൾ സ്ഥാപിച്ച് വിശ്രമിക്കാനായി തയ്യാറെടുപ്പുകൾ നടത്തി. ഏകദേശം 9 മുതൽ 9:30 വരെ എല്ലാവരും ഉറങ്ങാനായി കിടന്നു. അന്ന് രാത്രി പർവ്വതങ്ങളിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ അപ്രതീക്ഷിതമായി കാലാവസ്ഥ വളരെയധികം വഷളാകുന്നു. പടിഞ്ഞാറ് നിന്നും ശക്തമായ ഹിമക്കാറ്റ് അവർ സ്ഥാപിച്ച ക്യാമ്പിലേക്ക് വീശിയടിച്ചു. അതിശക്തമായ മഞ്ഞുവീഴ്ചയും ആരംഭിച്ചു. വളരെ വേഗത്തിൽ അവരുടെ ക്യാമ്പ് മഞ്ഞിൽ മൂടിപ്പോകുന്ന രീതിയിലാണ് മഞ്ഞുവീഴ്ച ശക്തമായി തുടർന്നത്. ഏകദേശം 11 മണി കഴിഞ്ഞതോടെ ടെന്റുകൾക്കുള്ളിൽ തളർന്ന് ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന പർവ്വതാരോഹകർക്ക് മഞ്ഞു വന്ന് മൂടിയതോടെ ശ്വാസം കിട്ടാതെയായി. ഇതോടെ ശുദ്ധവായു ലഭിക്കാനായി അവരിലൊരാൾ ഈ ടെന്റ് അല്പം കട്ട് ചെയ്തു. പക്ഷേ വായുവിനൊപ്പം തണുത്തുറഞ്ഞ മഞ്ഞും ഈ വിടവിലൂടെ ടെന്റിനുള്ളിലേക്ക് തള്ളിക്കയറി. മറ്റൊരു ടെന്റിൽ ഉണ്ടായിരുന്ന യൂറൽ യൂസനോവ് തന്റെ നെഞ്ചിൽ ശക്തമായ സമ്മർദ്ദം ഉണ്ടായത് മൂലമാണ് കണ്ണു തുറന്നത്. മഞ്ഞുകൊണ്ട് മൂടിയ ടെന്റ് ഭാരം കാരണം വന്ന് തന്റെ നെഞ്ചിൽ അമർന്നിരിക്കുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ തന്റെ വസ്ത്രവും ബൂട്ടും ധരിച്ച് തന്റെ സ്ലീപ്പിംഗ് ബാഗുമായി ടെന്റിന് പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. അതിശക്തമായ കാറ്റും മഞ്ഞുവീഴ്ചയും തുടരുകയാണ്. അദ്ദേഹം ഷവൽ എടുത്തുകൊണ്ട് ടെന്റിന് മുകളിൽ വീണ് കിടക്കുന്ന മഞ്ഞ് നീക്കം ചെയ്യാൻ തുടങ്ങി.
തുടങ്ങി. അപ്പോഴാണ് സിഗിറ്റോവ് അടുത്തുള്ള ടെന്റിൽ നിന്നും ഇഴഞ്ഞ് പുറത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടത്. അദ്ദേഹം ടെന്റിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം സുസ്ലോവിനെയും അക്കിഷേവിനെയും അലക്സാൻഡ്രോവിനെയും പുറത്തു കടക്കാൻ അദ്ദേഹം സഹായിച്ചു. മാത്രമല്ല ടെന്റുകൾക്ക് മുകളിലെ മഞ്ഞ് നീക്കം ചെയ്യുകയും അത് നീക്കം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് സ്ലീപ്പിംഗ് ബാഗുമായി പുറത്തു വന്ന സിഗിറ്റോവ് പക്ഷേ അവരെ സഹായിക്കാതെ ഒരക്ഷരം പോലും സംസാരിക്കാതെ മാറി നിന്നു. മാത്രമല്ല മഞ്ഞ് നീക്കം ചെയ്തതോടെ സിഗിറ്റോവ് ടെന്റിൽ കയറി കിടക്കുകയും ചെയ്തു. മറ്റുള്ളവർ ചേർന്ന് മഞ്ഞുകൊണ്ട് തന്നെ ടെന്റിന് നാല് വശത്തും ഒരു ഭിത്തി പോലെ ചവിട്ടി ഉറപ്പിച്ചു. വീണ്ടും മഞ്ഞ് വീഴ്ച കൂടുകയും കൊടുങ്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു. വെറും 1 മണിക്കൂർ കൊണ്ട് ടെന്റുകളിൽ വീണ്ടും മഞ്ഞ് വന്നടിഞ്ഞു. സാൽജറോവും റസ്പേവും ടെന്റിന് മുകളിലെ മഞ്ഞ് നീക്കം ചെയ്യാൻ വേണ്ടി വീണ്ടും പുറത്തേക്കിറങ്ങി. -30-ലും താഴ്ന്ന തണുപ്പിൽ അവർ 30 മിനിറ്റിൽ കൂടുതൽ സമയം മഞ്ഞ് തുടർച്ചയായി നീക്കിക്കൊണ്ടിരുന്നു. മഞ്ഞ് നീക്കാൻ പോയ റസ്പേവ് ആ സമയം ധരിച്ചിരുന്നത് യൂറോ യൂസനോവിന്റെ ബൂട്ടായിരുന്നു. റസ്പേവ് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ കാലിൽ മഞ്ഞ് ബാധിച്ചു എന്നും അതികഠിനമായ വേദനയുണ്ടെന്നും യൂസനോവിനോട് പറയുന്നു. ടെന്റിനകത്തേക്ക് ഇഴഞ്ഞു കയറിയ റസ്പേവിന്റെ ബൂട്ട് ധരിച്ചുകൊണ്ട് മഞ്ഞ് നീക്കാനായി പിന്നീട് പുറത്തിറങ്ങിയത് യൂസനോവ് ആയിരുന്നു. സാൽജറോവിനൊപ്പം 1 മണിക്കൂർ നേരം മഞ്ഞ് നീക്കം ചെയ്യാൻ യൂസനോവ് ശ്രമം തുടർന്നു. അങ്ങനെ ഓരോരുത്തരായി മാറി മാറി മഞ്ഞ് നീക്കം ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ മഞ്ഞ് വീഴ്ച അസാധാരണമാം വിധം ശക്തമാവുകയാണ് വീണ്ടും. ഈ മഞ്ഞ് വീഴ്ച കാരണം അടുത്ത് നിൽക്കുന്നവരുടെ ശബ്ദം പോലും കേൾക്കാൻ അവർക്ക് കഴിയുന്നുമില്ല. തുടർച്ചയായി ടെന്റിന് പുറത്ത് ജോലി ചെയ്യുകയായിരുന്ന അലക്സാൻഡ്രോവിന്റെ ശരീരത്തിൽ തണുപ്പ് ബാധിച്ചു തുടങ്ങി. സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അലക്സാൻഡ്രോവ് ടെന്റ് തുറക്കാൻ വേണ്ടി അകത്തുള്ളവരെ വിളിച്ചു. പക്ഷേ അകത്തുള്ളവർക്ക് അലക്സാൻഡ്രോവിന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചില്ല. തണുത്ത് മരവിച്ച അലക്സാൻഡ്രോവിന് തന്റെ ബോധം നഷ്ടമാകുമെന്ന് മനസ്സിലായി. അദ്ദേഹം ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. നിർത്താതെയുള്ള ഈ നിലവിളി കേട്ടതുകൊണ്ടാകണം ആരോ ഒരാൾ ടെന്റ് തുറന്നു. അലക്സാൻഡ്രോവ് അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മറ്റുള്ളവർ അദ്ദേഹത്തെ ടെന്റിനകത്തേക്ക് വലിച്ചു. ഇഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു വലിയ കാറ്റ് വീശിയടിച്ചു. അവർ ഈ ടെന്റ് സ്ഥാപിച്ചിരിക്കുന്നത് തന്നെ ഒരു ഗ്ലേസിയറിന്റെ മുകളിലായിരുന്നു. അത് സാധാരണയിലും ചരിഞ്ഞ പ്രദേശവുമാണ്. വളരെ ചരിഞ്ഞ പ്രദേശത്താണ് ഗ്ലേസിയർ രൂപപ്പെടുന്നത്. കാറ്റിൽ എന്തെങ്കിലും പറന്നു പോയാൽ തന്നെ അത് തിരികെ കിട്ടുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ശക്തമായ മഞ്ഞ് വീഴ്ച കൂടി ഉള്ളതുകൊണ്ട്. ടെന്റുകൾ മഞ്ഞിൽ മൂടിപ്പോയാൽ അതിന്റെ സ്ഥാനം തിരിച്ചറിയാൻ വേണ്ടി അവർ ടെന്റുകൾ റോപ്പുകൾ കൊണ്ട് ബന്ധിച്ചു. കാറ്റ് ശക്തമായതോടെ മഞ്ഞ് മാറ്റാൻ പുറത്തിറങ്ങുന്നതിലും റോപ്പിന്റെ ആവശ്യമുണ്ട്. കാറ്റിൽപ്പെട്ട് താഴേക്ക് വീഴാതിരിക്കാൻ ഈ റോപ്പ് വളരെയധികം സഹായകരമാണ്. അലക്സാൻഡ്രോവിന്റെ കാലുകൾ ഇപ്പോഴും ടെന്റിന് പുറത്തു തന്നെയായിരുന്നു. റസ്പേവ് അദ്ദേഹത്തെ ശക്തിയായി വലിച്ച് ഉള്ളിലേക്കിട്ടു. അലക്സാൻഡ്രോവ് ധരിച്ചിരുന്ന കമ്പിളി വസ്ത്രങ്ങളും തൊപ്പിയും ഒക്കെ ഒരു ടെന്റിനുള്ളിലാണെങ്കിൽ ഒരുവിധം തണുപ്പിനെ പ്രതിരോധിക്കാൻ ഉതകുന്നത് തന്നെയായിരുന്നു. പക്ഷേ പുറത്തു നിന്നുകൊണ്ട് മഞ്ഞ് നീക്കാനുള്ള ശ്രമത്തിനിടെ അലക്സാൻഡ്രോവിന്റെ കൈകളിൽ മഞ്ഞ് ബാധിച്ച് നീല നിറത്തിലേക്ക് മാറാൻ തുടങ്ങിയിരുന്നു. ടെന്റിന്റെ ഉള്ളിലുള്ളവർ അദ്ദേഹത്തിന്റെ കൈ തടവി ചൂടാക്കാൻ ശ്രമിച്ചു. റസ്പേവ് ഇതേ സമയം തന്നെ ടെന്റിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് ടെന്റിന്റെ ഒരു കാലിൽ ഒരു റോപ്പ് കെട്ടി അതിൽ പിടിച്ചുകൊണ്ട് താഴെയുള്ള, അതായത് ഷെപ്പിലോ ഉള്ള ടെന്റിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ സെഗിറ്റോവും പിന്നാലെ റസ്പേവിന്റെ അരികിൽ എത്തി. ടെന്റിന്റെ പുറത്തു നിന്ന് ഒരുപാട് നേരം വിളിച്ചതിന് ശേഷമാണ് ഷെപ്പിലോവ് മറുപടി കൊടുത്തത്. മഞ്ഞുവീഴ്ചയും കാറ്റും കാരണം പെട്ടെന്ന് കേൾക്കാനും സാധിക്കുന്നില്ല. ഷെപ്പിലോവ് കിടന്ന ടെന്റ് മഞ്ഞുകൊണ്ട് മൂടിക്കഴിഞ്ഞിരുന്നു. അതിന്റെ മുന്നിലെ മഞ്ഞ് നീക്കം ചെയ്യാൻ അദ്ദേഹത്തോട് റസ്പേവ് പറഞ്ഞു. ശേഷം റസ്പേവ് മഞ്ഞ് മാറ്റാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. മഞ്ഞ് അല്പമൊക്കെ മാറ്റിയതിനു ശേഷം കുറച്ചു കഴിഞ്ഞപ്പോൾ ഷെപ്പിലോവിനോട് ജോലി തുടരാൻ പറഞ്ഞതിന് ശേഷം റസ്പേവും സെഗിറ്റോവും റോപ്പിൽ പിടിച്ചുകൊണ്ട് തങ്ങളുടെ ടെന്റിലേക്ക് തന്നെ തിരികെ പോയി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഷെപ്പിലോവ് തന്റെ ടെന്റ് ഉപേക്ഷിച്ച് സ്ലീപ്പിംഗ് ബാഗും എടുത്ത് റോപ്പിൽ പിടിച്ചു കയറി റസ്പേവ് കിടന്ന അതേ ടെന്റിലേക്ക് തന്നെ കയറി വന്നു. അവിടെ അഭയം നൽകാൻ അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ അതേ ടെന്റിൽ ഉണ്ടായിരുന്ന അക്കിഷോവും സോൾഡോവിനിക്കോവും ഷെപ്പിലോവിനെ പിന്തുടർന്ന് അവിടേക്ക് എത്തി. സുസ്ലോവും അക്കിഷേവും നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ടെന്റിലേക്കാണ് ഇത്രയും പേർ കൂടെ വന്നു കയറിയത്. ഇവർ ഇവിടേക്ക് വരാനുള്ള കാരണം മറ്റ് 2 ടെന്റുകളും മഞ്ഞ് വീണ് നിലംപരിശായി കഴിഞ്ഞിരുന്നു. അതിൽ ഇനിയും തുടർന്നാൽ ഒന്നുകിൽ ശ്വാസം ലഭിക്കാതെ അല്ലെങ്കിൽ തണുത്തുറഞ്ഞ് മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. റസ്പേവും സെഗിറ്റോവും നിരന്തരമായി ടെന്റിന് മുകളിലെയും പുറത്തേക്കുള്ള വാതിലിലെയും മഞ്ഞ് മാറ്റിയത് കൊണ്ടാണ് ഈ ഒരു ടെന്റ് മാത്രം സുരക്ഷിതമായി നിലകൊണ്ടത്. ചെറോപ്പോനോവ് കൂടി ഇതേ ടെന്റിലേക്ക് കയറാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ടെന്റിനുള്ളിൽ സ്ഥലം ഇല്ലാതെയായി കഴിഞ്ഞിരുന്നു. ചെറോപ്പോനോവ് അദ്ദേഹത്തിന്റെ ഇടുപ്പ് വശം വരെ മാത്രമേ അകത്തേക്ക് കയറ്റാൻ സാധിച്ചുള്ളൂ. ഇവരൊക്കെ ഈ ടെന്റിലേക്ക് കയറി ജീവൻ രക്ഷിക്കാൻ തിടുക്കം കൂട്ടുമ്പോഴും 2 പേർ ടെന്റിന് പുറത്ത് നിൽക്കുകയായിരുന്നു. അത് റസ്പേവും സെഗിറ്റോവും ആയിരുന്നു. അവർ ടെന്റിന് മുകളിൽ വീണുകൊണ്ടിരുന്ന മഞ്ഞ് ഷവൽ കൊണ്ട് മാറ്റിക്കൊണ്ടേയിരുന്നു. ടെന്റിനുള്ളിൽ കടക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ചെറോപ്പനോവിന്റെ കാലുകൾ മഞ്ഞ് വീണ് നനയാതിരിക്കാൻ റസ്പേവ് സ്ലീപ്പിംഗ് ബാഗ് കൊണ്ട് മൂടിയിട്ടു. റസ്പേവും സെഗിറ്റോവും പുറത്തു നിന്നുകൊണ്ട് തന്നെ ഈ ടെന്റ് മഞ്ഞിൽ മൂടിപ്പോകാതിരിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സമയം കടന്നു പോകും തോറും മഞ്ഞ് വീഴ്ചയുടെ അളവ് കൂടിക്കൂടി വന്നു. ഇരുവരും ഒന്നിച്ച് മഞ്ഞ് മാറ്റിക്കൊണ്ടേയിരുന്നു. എങ്കിലും 2 പേരും അപ്പോഴേക്കും തളർന്നിരുന്നു. മഞ്ഞ് വീഴുന്നതിന്റെ അളവ് കൂടെ കൂടിയപ്പോൾ ടെന്റിനെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കാത്ത സ്ഥിതി വന്നു. അത്രയധികം മഞ്ഞ് വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
മഞ്ഞ് വന്ന് മൂടിയതോടെ ടെന്റിൽ നിന്നും അക്കിഷേവ് നിലവിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ശ്വാസം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. സുസ്ലോവിന്റെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. ബഹളം കേട്ടതോടെ റസ്പേവ് ഉള്ള ശക്തിയെടുത്ത് ടെന്റിന്റെ പിൻഭാഗത്തെ മഞ്ഞ് മാറ്റിയതിനു ശേഷം ടെന്റിൽ ഒരു വിടവുണ്ടാക്കി. ഇപ്പോൾ ടെന്റ് ഏതാണ്ടൊക്കെ മഞ്ഞിനടിയിൽ തന്നെയാണ് ഉള്ളത്. ശ്വാസം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ ചെറിയ വിടവ് നികന്നു പോകാതിരിക്കാൻ റസ്പേവും സെഗിറ്റോവും കാവൽ നിന്നു. 3 ടെന്റുകളിൽ 2 എണ്ണം പൂർണ്ണമായും നശിച്ചു. ബാക്കിയുള്ള ഒരു ടെന്റിലാണ് എല്ലാവരും അഭയം തേടിയിരിക്കുന്നത്. മഞ്ഞ് വീഴ്ച അല്പം ശമിച്ചപ്പോൾ റസ്പേവും സെഗിറ്റോവും ചേർന്ന് മഞ്ഞിൽ ഒരു ഗുഹയുണ്ടാക്കാൻ ശ്രമം തുടങ്ങി. പക്ഷേ അത് പരാജയമായി. അതിന്റെ പ്രധാന കാരണം ഇരുവരും ക്ഷീണിതരായിരുന്നു എന്നതായിരുന്നു. മാത്രമല്ല, ഈ ചരിവിലുള്ള മഞ്ഞുപാളി വളരെ നേർത്തതായിരുന്നു. കൂടുതൽ ആഴമുണ്ടെങ്കിൽ മാത്രമേ ഒരു ഗുഹ കുഴിച്ചുണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ഒടുവിൽ ഒരു ചെറിയ കിടങ്ങ് പോലെ ഒന്ന് കുഴിച്ച് ഇരുവരും അവരുടെ രാത്രി അതിൽ കഴിച്ചുകൂട്ടി. രാവിലെ ജീവനോടെ ഉണ്ടാകണമെന്ന് മാത്രമാണ് അപ്പോൾ ഇരുവരും പ്രാർത്ഥിച്ചത്. ഓഗസ്റ്റ് 20 രാവിലെ ഈ കസാ ഗ്രൂപ്പിലുള്ളവർ ആദ്യമല്ല തണുപ്പുള്ള പ്രദേശത്ത് കഴിഞ്ഞുകൂടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഈ 12 പേരിൽ ഒരാളുടെയും ജീവൻ നഷ്ടമായില്ല. പക്ഷേ ഇനി മുന്നോട്ടോ പിന്നോട്ടോ നടക്കാൻ കഴിയാത്ത വിധം ഈ ഗ്രൂപ്പിലുള്ളവർ ക്ഷീണിതരായിരുന്നു. പലരുടെയും കാലുകളിലും കൈകളിലും മഞ്ഞ് ബാധിച്ച് നീര് വെച്ചിട്ടുണ്ട്. അതികഠിനമായ വേദനയും അവർക്കുണ്ട്. ഷെപ്പിലോവിന് തന്റെ ടീമിൽ ഉണ്ടായിരുന്നവരുടെ നിയന്ത്രണം നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. അവർ ക്ഷീണിതരായിരുന്നെങ്കിലും ജീവൻ നിലനിർത്താൻ അവർക്ക് ഏറ്റവും ആവശ്യമായ മഞ്ഞിൽ പുതഞ്ഞുപോയ ടെന്റ് എല്ലാവരും ചേർന്ന് രാവിലെ തന്നെ പുറത്തെടുത്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. പുബേറ്റ കൊടുമുടി കീഴടക്കുക എന്നുള്ള ലക്ഷ്യം അപ്പോഴേക്കും അവരിൽ എല്ലാവരുടെയും മനസ്സിൽ നിന്നും അകന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണമെന്നത് മാത്രമായിരുന്നു അവരിൽ ഓരോരുത്തരുടെയും മുൻഗണന. ബേസ് ക്യാമ്പിലേക്ക് തിരികെ യാത്ര ചെയ്യാനുള്ള ആരോഗ്യം അവരിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഇതോടെ കൂട്ടത്തിൽ അല്പമെങ്കിലും ആരോഗ്യമുള്ളവർ ബേസ് ക്യാമ്പിലെത്തി സഹായത്തിന് ആളെ കൂട്ടാൻ അവർ തീരുമാനമെടുത്തു. ഇതായിരുന്നു ടീം ലീഡർ എന്ന നിലയിൽ ഷിപ്പിലോവ് നൽകിയ ഏറ്റവും അവസാനത്തെ നിർദ്ദേശം. അങ്ങനെ തണുത്തുറഞ്ഞ ഹിമപാതത്തിലൂടെ അവരിൽ 3 പേർ ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. സുസ്ലോവ്, യുസെനോവ്, സിഗിറ്റോവ് എന്നിവരാണ് താഴെ ബേസ് ക്യാമ്പിൽ സഹായം അഭ്യർത്ഥിച്ചു പോകാനായി സന്നദ്ധത പ്രകടിപ്പിച്ചത്. ബാക്കിയുള്ളവർ അവർ മാറ്റി സ്ഥാപിച്ച ടെന്റിൽ തന്നെ സഹായത്തിനായി റെസ്ക്യൂ ടീം വരുന്നതുവരെ കാത്തിരിക്കാൻ തീരുമാനിക്കുന്നു. അല്ലാതെ വേറെ വഴിയൊന്നും അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. കാരണം 90 ഡിഗ്രി കുത്തനെയുള്ള ഐസ് പാളികളും പാറകളും ഇറങ്ങി യാത്ര ചെയ്യാനുള്ള ശാരീരിക ക്ഷമതയോ മാനസിക ബലമോ അപ്പോൾ അവരിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സുസ്ലോവ്, യുസെനോവ്, സിഗിറ്റോവ് ഇവർ 3 പേരും അടിവാരത്തുള്ള ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. അവർ രാവിലെ യാത്ര തുടങ്ങി നേരം ഇരുട്ടുന്നതുവരെ മലയിറക്കം തുടർന്നു. അന്ന് രാത്രി തങ്ങാനായി ഈ 3 പേരും ചേർന്ന് മഞ്ഞിൽ ഒരു കിടങ്ങുണ്ടാക്കി. ഈ 3 പേരുടെയും കയ്യിൽ ഒരേ ഒരു സ്ലീപ്പിംഗ് ബാഗ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 3 പേരും ഈ ഒരു സ്ലീപ്പിംഗ് ബാഗിലാണ് അന്ന് രാത്രി കഴിച്ചു കൂട്ടിയത്. ഓഗസ്റ്റ് 21 രാവിലെ സുസ്ലോവിന് ശ്വാസതടസ്സവും ദേഹാസ്വസ്ഥ്യവും അനുഭവപ്പെട്ടു. പർവ്വതങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ വയ്യായികയൊന്നും വകവയ്ക്കാതെ 3 പേരും തങ്ങളുടെ യാത്ര മുന്നോട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. കുത്തനെയുള്ള പാറകളും മഞ്ഞുമലകളും വളരെ ശ്രദ്ധയോടെയും സാവധാനത്തോടെയുമാണ് അവർ ഇറങ്ങിയത്. അവർ മല കയറിയപ്പോൾ പർപ്പിൾ നിറമുള്ള പാറകൾ കണ്ടിരുന്നു. പക്ഷേ അവർ യാത്ര തുടരുന്നതിനിടയിൽ ഈ പർപ്പിൾ നിറമുള്ള പാറകളൊന്നും തന്നെ കണ്ടില്ല. പകരം മഞ്ഞ് നിറമുള്ള പാറകളാണ് അവർ കണ്ടത്. ഇതോടെ തങ്ങൾക്ക് വഴിതെറ്റിയെന്ന് അവർ മനസ്സിലാക്കി. ഒരുപാട് ദൂരം അവർ വഴിതെറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. അവരുടെ യഥാർത്ഥ ട്രാക്കിലേക്ക് തിരിച്ചെത്താനായി അവർക്ക് വീണ്ടും കുത്തനെയുള്ള മലകൾ കയറേണ്ടി വന്നു. നേരത്തെ തന്നെ ക്ഷീണിതനും അസുഖബാധിതനുമായ സുസ്ലോവിന് വീണ്ടും മല കയറേണ്ടി വന്നതോടെ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാകാത്ത സ്ഥിതിയായി. എങ്കിലും മുന്നോട്ട് നീങ്ങിയ അദ്ദേഹം ഇടയ്ക്കിടെ കാലിടറി വീഴുന്നുണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ 2 പേരും അദ്ദേഹത്തെ എഴുന്നേറ്റ് നടക്കാനും മുന്നോട്ട് നീങ്ങാനും പ്രേരിപ്പിച്ചു. പക്ഷേ അധിക ദൂരം നടന്നു നീങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം വീണ്ടും കാലിടറി വീണു. യുസെനോവും സിഗിറ്റോവും സുസ്ലോവിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിനിടയിൽ സുസ്ലോവിന്റെ മൂക്കിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. മാത്രമല്ല, വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പും നിലച്ചു. അങ്ങനെ ആ യാത്രയിലെ 12 പേരിൽ ആദ്യത്തെ ആൾ, അതായത് സുസ്ലോവ്, മരണമടയുന്നു. യുസെനോവും സിഗിറ്റോവും ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഒടുവിൽ സുസ്ലോവിന്റെ ശരീരത്തിനൊപ്പം സിഗിറ്റോവ് അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. യുസെനോവ് ബേസ് ക്യാമ്പിലേക്ക് ഒറ്റയ്ക്ക് പോകാനും തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പർവ്വതാരോഹണങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഒന്നുകിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മൃതദേഹം കഴിയുന്നത്ര ആദരവോടെ സംസ്കരിക്കുകയും ചെയ്യുകയാണ് പതിവ്. അതല്ല, ബോഡി താഴെ എത്തിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ താഴെ ബോഡി എത്തിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. പക്ഷേ ഇവിടെ ഓരോരുത്തരും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ അവസരത്തിൽ ഇങ്ങനെ ഇത്രയധികം തണുപ്പ് നിറഞ്ഞ ഒരു പർവ്വത പ്രദേശത്ത് ഒരാളെ വിട്ടിട്ട് പോകുന്നത് സാധാരണ നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇവിടെ അവർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതിന് ഒരു കാരണമുണ്ട്. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. അങ്ങനെ യുസെനോവ് ഒറ്റയ്ക്ക് ബേസ് ക്യാമ്പിലേക്ക് യാത്ര തിരിച്ചു.
വളരെ ശ്രദ്ധയോടെ അദ്ദേഹം മലയിറങ്ങുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഭാരമുള്ള വസ്തുക്കൾ അദ്ദേഹം ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഈ യാത്ര മുന്നോട്ട് പോയത്. ഓഗസ്റ്റ് 22. അപ്പോഴും താഴെയുള്ള ബേസ് ക്യാമ്പിൽ നിന്നും ഈ ഗ്രൂപ്പിനെ അന്വേഷിച്ച് ആരും തന്നെ യാത്ര തുടങ്ങിയിരുന്നില്ല. മലയിറങ്ങുകയായിരുന്ന യുസനോവ് 5800 മീറ്റർ താഴെ വരെ എത്തി. അവിടെയും അസഹനീയമായ തണുപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. യുസനോവ് അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ അദ്ദേഹത്തിന് വഴി തെറ്റിയതായി തോന്നി. മുന്നോട്ടു പോകാനുള്ള ഒരടയാളങ്ങളോ വഴിയോ അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഒരുപക്ഷെ അതിയായ തണുപ്പിൽ വിശ്രമമില്ലാതെ യാത്ര ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ അദ്ദേഹത്തെ ഹൈപ്പോതെർമിയ ബാധിച്ചു തുടങ്ങിയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മാനസിക നില വീണ്ടെടുക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. താൻ മുന്നോട്ടുള്ള യാത്ര അവസാനിപ്പിച്ചാൽ മരണം ഉറപ്പാണെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു. തന്റെ മുന്നോട്ടുള്ള പ്രയാണമാണ് തന്റെ ജീവൻ നിലനിർത്തുക എന്ന് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാം. തളർന്ന് എവിടെയെങ്കിലും ഇരിക്കാൻ ശ്രമിച്ചാൽ ആരും എത്തപ്പെടാത്ത തണുത്തുറഞ്ഞ ഈ മഞ്ഞുമലയിൽ തന്റെ ജീവിതം അവസാനിക്കുമെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു. മനസാന്നിധ്യം നിലനിർത്തി ഉള്ള ആരോഗ്യം മുഴുവനും എടുത്ത് അദ്ദേഹം യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഓഗസ്റ്റ് 23. കഴിഞ്ഞ ദിവസത്തെക്കാളും കാലാവസ്ഥ അല്പം മെച്ചപ്പെട്ടത് അദ്ദേഹം ശ്രദ്ധിച്ചു. തന്നെ ബാധിക്കുന്ന അല്ലെങ്കിൽ തന്നെ ജീവനെടുക്കുന്ന എല്ലാം തന്നെ തന്റെ പിന്നിലാണുള്ളതെന്ന് അദ്ദേഹം കരുതി. സൂര്യപ്രകാശം ചെറിയ തോതിൽ വീണു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് നടക്കാൻ കൂടുതൽ എളുപ്പം തോന്നി. പക്ഷേ അല്പം കൂടി കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശം കൂടുതൽ ശക്തി പ്രാപിച്ചു. ഇതോടെ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള വെളുത്ത മഞ്ഞുപാളികൾ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. ഈ യാത്രയിൽ എവിടെയോ മഞ്ഞുമലകളിൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ കറുത്ത കൂളിംഗ് ഗ്ലാസ് നഷ്ടപ്പെട്ടിരുന്നു. സൂര്യപ്രകാശത്തിന്റെ ശക്തി പ്രാപിച്ചു. അതോടെ വെള്ള പുതച്ചു കിടക്കുന്ന മഞ്ഞുപാളികളുടെ തിളക്കം അദ്ദേഹത്തിന്റെ കണ്ണിനെ ബാധിച്ചു. അദ്ദേഹത്തെ ചെറിയ രീതിയിൽ സ്നോ ബ്ലൈൻഡ്നെസ് പിടികൂടി. തിളങ്ങുന്ന മഞ്ഞുപാളികളിൽ യാത്ര ചെയ്യുമ്പോൾ കറുത്ത കണ്ണടകൾ ഉപയോഗിക്കാതിരുന്നാൽ മഞ്ഞിൽ തട്ടി പ്രതിഫലിക്കുന്ന തീവ്രമായ പ്രകാശം കണ്ണുകളുടെ കാഴ്ചയെ താൽക്കാലികമായി ഇല്ലാതെയാക്കും. ഇത് തന്നെയാണ് ഇവിടെ യുസനോവിനും സംഭവിച്ചത്. കത്തുന്ന സൂര്യൻ അദ്ദേഹത്തെ താൽക്കാലികമായി അന്ധനാക്കി. അയഞ്ഞ മഞ്ഞിൽ കൂടെ നടക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ ഭാഗ്യമാണ് പിന്തുണച്ചത്. ഒന്ന് കാൽപിഴച്ചാൽ അന്തമില്ലാത്ത മഞ്ഞുപാളികൾക്കിടയിലെ വിടവുകളിൽ അദ്ദേഹം വീണുപോകും. കണ്ണുകളുടെ കാഴ്ച താൽക്കാലികമായി നഷ്ടപ്പെട്ടുവെങ്കിലും മുന്നോട്ടുള്ള യാത്ര തുടരാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. കാരണം അത് മരണത്തെ മാടി വിളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം തപ്പിയും തടഞ്ഞും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. 1-2 തവണ അദ്ദേഹത്തെ ഭാഗ്യം തുണച്ചു. പക്ഷേ ഭയപ്പെട്ടത് തന്നെ നടന്നു. ഒരു മഞ്ഞുപാളിയിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ ശ്രമിച്ച അദ്ദേഹം മഞ്ഞുപാളികൾക്കിടയിലെ ഒരു വിടവിലേക്ക് തെറിച്ചു വീഴുന്നു. അദ്ദേഹം സഹായത്തിനായി ആ വിടവിൽ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ ആ നിലവിളി കേട്ട് അവിടെ ആരും വരാനില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. താൻ ഇപ്പോഴുള്ള സ്ഥലം മനുഷ്യർ വളരെ അപൂർവമായി മാത്രം വന്നു പോകുന്ന ഇടമാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. വിനോദസഞ്ചാരികൾ പോലും വളരെ അപൂർവമായി മാത്രം എത്തുന്ന ഇടമാണതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ആ മഞ്ഞുപാളികൾക്കിടയിലും കനത്ത തണുപ്പിനെയും മങ്ങിയ കാഴ്ചശക്തിയെയും വകവയ്ക്കാതെ യുസനോവ് തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമവും പോരാട്ടവും തുടർന്നു. താൻ വീണുകിടക്കുന്ന ഐസ് വിടവിലെ ഐസ് പാളികളിൽ പിടിച്ച് മുകളിലേക്ക് കയറാനുള്ള ശ്രമം അദ്ദേഹം നടത്തി. ഐസ് പാളിയിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം പരാജയപ്പെട്ടു. മണിക്കൂറുകൾ അദ്ദേഹം ആ വിടവിൽ നിന്നും മുകളിലേക്ക് എത്താനായി ശ്രമം നടത്തി. പക്ഷേ ഓരോ ശ്രമവും പരാജയപ്പെട്ടുകൊണ്ടേയിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ മരണം തന്നെ തേടിയെത്തുമെന്ന് യുസനോവ് മനസ്സിൽ കരുതി. പക്ഷേ അതിനേക്കാൾ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത് തന്നിൽ പ്രതീക്ഷയർപ്പിച്ച് കൊടുമുടിക്ക് മുകളിൽ കാത്തിരിക്കുന്ന തന്റെ സംഘാംഗങ്ങളുടെ അവസ്ഥ തന്നെയായിരുന്നു. ഇനി തന്റെ ജീവൻ രക്ഷിക്കാനും മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന തന്റെ സംഘാംഗങ്ങളെ രക്ഷിക്കാനും ഒരു വഴിയുമില്ല എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് താനാണെന്ന് യുസനോവ് കരുതി. അങ്ങ് ടെന്റിൽ തുടരുന്നവരെ പറ്റിയും യുസലോവിന്റെ മൃതശരീരത്തിൽ കാത്തു നിൽക്കുന്ന സിഗോവിനെ കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു. താൻ വീണുകിടക്കുന്ന കുഴിയായിരിക്കും തന്റെ ശവക്കുഴി എന്ന് പോലും അദ്ദേഹം കരുതി. ഈ ചിന്തകൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായത്തെ പറ്റിയുള്ള പ്രതീക്ഷകളെ പോലും അദ്ദേഹത്തിൽ നിന്നും അകറ്റി. കാലാവസ്ഥ വളരെ മോശമായിട്ടും ബേസ് ക്യാമ്പിൽ ഉണ്ടായിരുന്നവർക്ക് ഈ യാത്ര പോയ ഗ്രൂപ്പിന് ഒരു സഹായം ആവശ്യമാകുമെന്ന ചിന്ത പോലും ഇല്ലായിരുന്നു. പക്ഷേ ബേസ് ക്യാമ്പിൽ നിന്നും അങ്ങനെ ഒരു രക്ഷാപ്രവർത്തകർ വന്നാൽ തന്നെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് യുസനോവ് ഉറപ്പിച്ചു. കാരണം താൻ എവിടെയാണ് വീണ് കിടക്കുന്നതെന്ന് തനിക്ക് പോലും അറിയില്ല. കൊടും തണുപ്പിൽ അദ്ദേഹം വളരെയധികം ക്ഷീണിതനായി. ബാക്കിയുണ്ടായിരുന്ന ബോധം പതുക്കെ മറയാൻ തുടങ്ങി. മുന്നേ തന്നെ ഇരുട്ട് വീണിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുകൾ മെല്ലെ മെല്ലെ അടഞ്ഞു തുടങ്ങി. അപ്പോഴാണ് ചെവിയിൽ ഒരു മനുഷ്യ ശബ്ദം അദ്ദേഹം കേട്ടത്. ആദ്യം അതെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. തനിക്ക് തോന്നിയതാകാമെന്ന് അദ്ദേഹം കരുതി. വീണ്ടും തന്റെ ക്രൂരമായ വിധിയെപ്പറ്റി അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. തന്റെ ജീവനെടുക്കാൻ ആത്മാക്കൾ ഒരുമിച്ച് വരുന്നത് പോലെ അവരുടെ ശബ്ദങ്ങൾ അദ്ദേഹം കേട്ടു. പക്ഷേ അദ്ദേഹം കരുതിയ ആത്മാക്കളുടെ ശബ്ദങ്ങൾ യഥാർത്ഥ മനുഷ്യരുടേതാണെന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉണ്ടായിരുന്ന ശക്തിയെടുത്ത് യുസനോവ് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. കണ്ണിൽ ഇരുട്ടാണ്, 4 വശവും ഐസ് പാളികളും. അദ്ദേഹത്തിന്റെ നിലവിളി ആ മലയിടുക്കിൽ പ്രതിധ്വനിച്ചു. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നിലവിളി കേട്ട് മുകളിൽ നിന്നും ആരുടെയൊക്കെയോ ശബ്ദം ഉയർന്നു. ശബ്ദം ഒന്നിൽ കൂടുതൽ ആൾക്കാരുടേതാണെന്ന് യുസനോവ് തിരിച്ചറിഞ്ഞു. അദ്ദേഹം നിർത്താതെ സഹായത്തിനായി അപേക്ഷിച്ചുകൊണ്ടേയിരുന്നു.
ഒട്ടും താമസിയാതെ ആ വിടവിലേക്ക് ഒരു കയറിറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തട്ടി. അദ്ദേഹത്തിന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ കയറിൽ പിടിച്ച് ഇത്രയും നേരം കിടന്ന ആ നരകത്തിൽ നിന്നും പുറത്തിറങ്ങാൻ തുടങ്ങി. മുകളിലുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ആ വിടവിൽ നിന്നും വലിച്ച് പുറത്തെടുത്തു. അവർ പൊബേറ്റ കൊടുമുടിയിലേക്ക് മത്സരയാത്ര നടത്തിയ കസാക്കോ സംഘത്തിന്റെ എതിരാളികളായ ഉസ്ബെക് അഥവാ ഉസ്ബെക്കിസ്ഥാൻ ഗ്രൂപ്പായിരുന്നു. യുസനോവിനെ മുകളിലെത്തിച്ച ഉസ്ബെക് ടീം അദ്ദേഹത്തെ വേണ്ട വിധം പരിചരിച്ചു. ഈ വിടവിൽ വീണ് ഏകദേശം 26 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് യുസനോവിനെ അവർ പുറത്തെടുത്തത്. യുസനോവിന്റെ കാലുകളിലും കൈകളിലും മഞ്ഞ് ബാധിച്ചിരുന്നു. സംസാരിക്കാൻ മാത്രമുള്ള ആരോഗ്യമേ ആ ശരീരത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ പരിചരിക്കുമ്പോൾ തന്നെ ഉസ്ബെക് ടീമിനോട് തന്റെ സംഘാംഗങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെന്നും അവർ അപകടത്തിലാണെന്നും യുസനോവ് പറഞ്ഞുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് 25 യുസനോവിനെ താഴെയുള്ള ബേസ് ക്യാമ്പിൽ അവർ എത്തിച്ചു. അദ്ദേഹത്തോട് ക്യാമ്പിലുള്ളവരും ഉസ്ബെക് ടീമും എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ചറിഞ്ഞു. യുസനോവ് അദ്ദേഹത്തിന്റെ സംഘം എവിടെയാണ് ക്യാമ്പ് ചെയ്യുന്നതെന്നും യുസ്ലോവിന്റെ മൃതദേഹം എവിടെയാണ് ഉള്ളതെന്നും ഒക്കെ വിശദമായി അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അദ്ദേഹം നൽകിയ സൂചനകൾ അനുസരിച്ച് ഉസ്ബെക് സംഘം പൊബേറ്റ പർവ്വതത്തിൽ കുടുങ്ങിയ കസാഖ് സംഘത്തിലെ മറ്റുള്ളവർക്കായി തിരച്ചിൽ നടത്താൻ തയ്യാറെടുപ്പുകൾ നടത്തി യാത്ര ആരംഭിച്ചു. ഈ കസാഖ് സംഘത്തെ പർവ്വതങ്ങളിൽ നഷ്ടമായ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ പടർന്നു പിടിച്ചു. പിന്നീട് നടന്ന തിരച്ചിൽ ശരിക്കും ഐതിഹാസികമായിരുന്നു. ഡസൻ കണക്കിന് വിമാനങ്ങളും അനേകം പർവ്വതാരോഹകരും വളരെ പെട്ടെന്ന് അവിടേക്ക് തിരച്ചിലിനായി വന്നു ചേർന്നു. 6400 മീറ്റർ ഉയരത്തിലെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ആങ്കിറ്റ്മോവിന്റെയും ചെറപ്പോനോവിന്റെയും മൃതദേഹം ടെന്റിന് അരികിൽ നിന്നും ലഭിക്കുന്നു. വീശിയടിക്കുന്ന ഹിമക്കാറ്റിൽ നിന്നും രക്ഷ നേടുന്നതിനായി മഞ്ഞിൽ മുഖമമർത്തി കമഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അവരുടെ മൃതദേഹം കണ്ടെത്തിയത്. അവിടെ തിരച്ചിൽ തുടർന്ന അന്വേഷണ സംഘം അടുത്തുള്ള ഒരു ഗ്ലേസിയറിൽ നിന്നും ഗൊഞ്ചാരോക്കോവിന്റെ മൃതദേഹവും കണ്ടെടുത്തു. ഗൊഞ്ചാരോക്ക് ഹൈപ്പതെർമിയ മൂലമാണ് മരിച്ചതെന്ന് കരുതപ്പെടുന്നു. എന്നിരുന്നാലും ഗ്രൂപ്പിലെ ബാക്കിയുള്ള, അതായത് ക്യാമ്പിൽ കാത്തിരിക്കാൻ തയ്യാറായ റസ്പേവ്, അലക്സാണ്ട്രവ്, ആക്കിഷേവ്, സോളോട്ടോവിനിക്കോവ്, സെമിജോനോവ്, ഷെപ്പെലോവ് എന്നിവരെ കണ്ടെത്താൻ കഴിയുന്നത്ര ശ്രമിച്ചിട്ടും തിരച്ചിൽ സംഘത്തിന് സാധിച്ചില്ല. ഇതേ സമയം തന്നെ സുസ്ലോവിന്റെ മൃതദേഹവും അവിടെ മൃതദേഹത്തിനരികിലുള്ള സിഗിറ്റോവിനെയും അന്വേഷിച്ചിരുന്ന സംഘത്തിനും നിരാശയായിരുന്നു ഫലം. മൃതദേഹമോ സിഗിറ്റോവിനെയോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. ഈ കാണാതായവരെ പറ്റി ഒരു ചെറിയ അടയാളങ്ങൾ പോലും കണ്ടെത്താൻ ഒരു വൻ തിരച്ചിൽ സംഘം വിമാനങ്ങളുടെ വരെ സഹായത്തോടെ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. പൊബേറ്റ കൊടുമുടിയുടെ അനേകം നിഗൂഢതകളിൽ ഒന്നായി ഈ 9 പേരും എന്നേക്കുമായി അവിടെ നിലനിൽക്കുന്നു. ടെന്റ് സ്ഥാപിച്ച് സഹായം കാത്തിരുന്നവർ ഒരുപക്ഷെ സുരക്ഷിത സ്ഥാനം തേടി അവർ ക്യാമ്പ് ചെയ്തിടത്തു നിന്നും മലയിറങ്ങാൻ ശ്രമിച്ചിരിക്കാം. മിക്കപ്പോഴും പർവ്വതാരോഹകർ ഇങ്ങനെയുള്ള ദുഷ്കരമായ പ്രശ്നങ്ങളിൽ പെട്ടുപോയാൽ ലക്ഷ്യം ഉപേക്ഷിച്ച് അവർ തിരികെ എത്തുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കസാഖ് ഗ്രൂപ്പിൽ അത് സംഭവ്യമാകാത്തതിന്റെ പ്രധാന കാരണം ഗ്രൂപ്പ് അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമായിരുന്നു. ഇവർക്കായുള്ള തിരച്ചിൽ ശ്രമങ്ങൾ അന്ന് വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചതും അന്ന് ലഭ്യമായതിൽ വെച്ച് എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുള്ളതായിരുന്നു. 1950കളിൽ ഇതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾ വളരെ അപൂർവമായി മാത്രമേ നടന്നിട്ടുള്ളൂ. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ക്യാമ്പിലെത്തി സഹായം അഭ്യർത്ഥിക്കാനായി പുറപ്പെട്ട 3 പേരിൽ ഒരാളായ സുസ്ലോവ് എന്ന വ്യക്തിയാണ് അതിന് കാരണം. സുസ്ലോവ് എന്ന വിളിപ്പേരുള്ള അലക്സി സുസ്ലോവ് സോവിയറ്റ് യൂണിയനിലെ സെൻട്രൽ കമ്മിറ്റിയുടെ ബ്യൂറോ അംഗവും അക്കാലത്തെ രാജ്യ നേതാക്കളിൽ പ്രധാനിയുമായിരുന്ന മെക്കായ് സുസ്ലോവിന്റെ മരുമകനായിരുന്നു. ഡസൻ കണക്കിന് വിമാനങ്ങളും കഴിയുന്നത്ര പർവ്വതാരോഹകരുടെയും സഹായത്തോടെ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് സോവിയറ്റ് യൂണിയന്റെ ആദ്യ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന അനസ്താസ് മിഖായൻ ആയിരുന്നു. അക്കാലത്ത് ഏറ്റവും സ്വാധീനമുള്ള സോവിയറ്റ് രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. യുസനോവും സിഗിറ്റോവും സുസ്ലോവിന്റെ മൃതദേഹം അവിടെ ഉപേക്ഷിച്ച് വരാതിരിക്കാനുള്ള കാരണവും ഇത് തന്നെയായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും നന്നായി അറിയാമായിരുന്നു സുസ്ലോവ് എന്ന വ്യക്തിയുടെ പ്രാധാന്യം. പക്ഷേ പ്രകൃതിക്ക് അവരെല്ലാവരും ഒരുപോലെയായിരുന്നു. വ്യക്തിപരമായ ഒരു പ്രാധാന്യവും ആർക്കും പൊബേറ്റ കൊടുമുടി നൽകിയില്ല. കസാഖ് ഗ്രൂപ്പ് കാലാവസ്ഥയുമായി ഇഴുകിച്ചേർന്ന ശേഷമല്ല ഈ യാത്ര നടത്തിയത്. മാത്രമല്ല അനുയോജ്യമല്ലാത്ത സ്ഥലത്താണ് അവർ ടെന്റുകൾ സ്ഥാപിച്ചത്. സംഘാംഗങ്ങൾ ലീഡറായ ഷിപ്പലോവിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരുന്നുമില്ല. മാത്രമല്ല ഈ സാഹചര്യത്തിൽ ഗ്രൂപ്പിനെ നിയന്ത്രണ വിധേയമായി നിലനിർത്താൻ ഷിപ്പിലോവിന് സാധിച്ചതുമില്ല. പൊബേറ്റ കൊടുമുടി കീഴടക്കാനുള്ള മത്സരത്തിൽ അവർ സ്വന്തം സുരക്ഷയെക്കുറിച്ച് മറന്നുപോയി. മറ്റൊരു സംഘം എതിർദിശയിൽ ഇതേ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നത് കാരണം അവർ വേഗത കൂട്ടിയത് കൂടുതൽ അവരെ തളർത്താൻ കാരണമായി. പൊബേറ്റ കൊടുമുടിയിൽ ആദ്യ കാൽവെപ്പ് എന്ന സ്വപ്നത്തിൽ അവർ സുരക്ഷ മറന്നതാണ് ഈ ദുരന്തത്തിൽ പ്രധാന കാരണമായത്. മാത്രമല്ല മഞ്ഞ് വീണ രാത്രിയിൽ ടെന്റുകൾ സുരക്ഷിതമായി നിലനിർത്താൻ ശ്രമിക്കുന്നതിന് പകരം ടീം അംഗങ്ങൾ ഒരു ടെന്റിൽ കൂടിയിരിക്കാനാണ് ശ്രമിച്ചത്. അന്ന് രാത്രി ടെന്റുകൾ സുരക്ഷിതമായി നിലനിർത്താൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ രക്ഷാപ്രവർത്തകർ എത്തും വരെ അവർക്ക് കാത്തിരിക്കാൻ കഴിയുമായിരുന്നു. അവർക്കിടയിൽ ഒത്തൊരുമ ഇല്ലായിരുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം. ടെന്റിൽ ഒന്നിച്ച് കാത്തിരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർ പല വഴികളിൽ പിരിഞ്ഞതും അവരുടെ ജീവനെടുക്കാൻ കാരണമാക്കി. കസാഖ് സംഘവും ഉസ്ബെക് സംഘവും ഒന്നിച്ച് യാത്ര ചെയ്യാൻ നിർദ്ദേശം നൽകിയത് അവർ തള്ളിക്കളഞ്ഞതും ഇതിന്റെ മറ്റൊരു കാരണമായി നമുക്ക് കാണാം. ഇങ്ങനെ 2 ഗ്രൂപ്പായി അവർ നടത്തിയ യാത്ര സാമാന്യ ബുദ്ധിയെ കവച്ചു വെക്കുന്ന അനാരോഗ്യകരമായ ഒരു മത്സരം സൃഷ്ടിക്കുന്നു.
ഉസ്ബെക് ടീമിനെ നയിച്ച വ്ളാഡിമർ റൂട്ട്ക് എന്നയാളെ യൂണിയൻ ഓഫ് മൗണ്ടൈൻ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി. കൂടാതെ 3 വർഷത്തേക്ക് പര്യവേഷണ യാത്രകളിൽ നിന്നും വിലക്കും ഏർപ്പെടുത്തുന്നു. തിരച്ചിൽ തുടങ്ങിയ സമയത്ത് വേണ്ടത്ര ഉത്സാഹം അദ്ദേഹം കാണിച്ചില്ല എന്നും ഒരുപക്ഷെ ഉസ്ബെക് ടീം കൃത്യമായ സമയത്ത് ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ അവരെ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നും വിലയിരുത്തപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് നൽകിയ ഈ ശിക്ഷ അനാവശ്യമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. കാരണം കസാഖ് സംഘത്തിൽ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ ബന്ധുവിന്റെ മരണമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നും അഭിപ്രായപ്പെടുന്നു. ഇതേ സ്ഥാനത്ത് ഒരു സാധാരണ പർവ്വതാരോഹകനാണ് മരിച്ചതെങ്കിൽ ഇത്രയും ധീരമായ ഒരു തിരച്ചിൽ നടത്തിയതിന് അദ്ദേഹത്തെ അനുമോദിക്കാനാണ് സാധ്യതയെന്നും അഭിപ്രായപ്പെടുന്നു. തീർച്ചയായും ഈ ദുരന്തത്തിന്റെ പ്രധാന കാരണക്കാരൻ കസാഖ് ടീമിന്റെ ക്യാപ്റ്റനായ ഷെപ്പലോവ് തന്നെയാണ്. എന്തായാലും കസാഖ് സംഘത്തിന്റെ അപകടകരമായ ഈ യാത്രയിൽ രക്ഷപ്പെട്ട ഒരേ ഒരാളായ യൂസനോവ് എന്ന യൂറോ യൂസനോവിന് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ഈ അപകടത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞ്, അതായത് 1986 നടന്ന പെറ്റ കൊടുമുടിയിലേക്കുള്ള വിജയകരമായ യാത്രയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1969 യൂസനോവ് അടുത്ത സുഹൃത്തായ ഇനി കക്കോലിന്റെ മകൻ തന്റെ കൺമുന്നിൽ മരിച്ചത് കണ്ടപ്പോഴാണ് ഇനിയൊരു പര്യവേഷണ യാത്ര വേണ്ടെന്ന് വെച്ചത്. അതിനുശേഷം അദ്ദേഹം ക്ലൈംബിംഗ് അധ്യാപകനായി കസാക്കിസ്ഥാനിലുള്ള അൽമാറ്റിയിലെ ഒരു സ്കൂളിൽ ജോലി ചെയ്തു. അവിടെ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ കൈകൾ ഏതോ വലിയ അപകടത്തിൽപ്പെട്ടതിന്റെ മുറിവിന്റെ പാടുകളാൽ നിറഞ്ഞിരുന്നു. അതുമല്ല, ആ കൈകൾ സാധാരണയായി ചലിപ്പിക്കുന്നത് പോലെ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുമുണ്ടായിരുന്നു. ഇതെല്ലാം പിന്നീട് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ ഓർത്തെടുത്ത കാര്യങ്ങളാണ്. യുസനോവ് തന്റെ നേട്ടങ്ങളെക്കുറിച്ച് ആ സ്കൂളിൽ ഉള്ളവരോടോ വിദ്യാർത്ഥികളോടോ ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ഏറ്റവും അഭിമാനകരമായ സോവിയറ്റ് യൂണിയന്റെ മാസ്റ്റർ ഓഫ് സ്പോർട്സ് പദവിയായ സ്നോ ലിയോപാഡ് എന്ന പദവി ലഭിച്ചിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ അറിയുന്നത് തന്നെ വർഷങ്ങൾക്ക് ശേഷം ടെലിവിഷനിൽ നിന്നും പത്രങ്ങളിൽ നിന്നും ഒക്കെയായിരുന്നു. പൊബേറ്റ കൊടുമുടിയിലേക്കുള്ള 1955 യാത്രയിൽ നിന്ന് തിരികെ എത്തിയ ഒരേ ഒരാളായ യുസനോവ് എന്ന യൂറോ യൂസനോവ് 2015 മെയ് 2 അന്തരിക്കുന്നത്. കസാക്കിസ്ഥാനിൽ അദ്ദേഹം ഒരു കായിക ഇതിഹാസമായി ഇന്നും കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ അവിശ്വസനീയമായ ജീവിതകഥ ഇപ്പോഴും ലോകമെമ്പാടുമുള്ള പർവ്വതാരോഹക പ്രേമികളെ ആകർഷിക്കുന്നത് തന്നെയാണ്. 1955 പൊബേറ്റ കൊടുമുടിയിൽ നടന്ന ഈ ദുരന്തം പത്രമാധ്യമങ്ങളിൽ സജീവമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സാമാന്യ ബുദ്ധിയേക്കാൾ അഹങ്കാരവും അഭിലാഷവും കീഴടക്കുന്നവർക്ക് ഈ സംഭവം ഒരു പാഠം തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.